അയൽ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ പടയൊരുക്കം പുതിയ ഘട്ടത്തിലേക്ക്. ശത്രുവിന്റെ ഏതു മിസൈലിനെയും ഡ്രോണിനെയും ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാക്കുന്ന റഷ്യൻ നിർമ്മിത S-400 മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ $25 ബില്യൺ അതായത് ഏകദേശം 2.1 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എടുത്ത ഈ ചരിത്രപരമായ തീരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ അത്യാധുനിക യുദ്ധതന്ത്രങ്ങളെ നെറുകയിലെത്തിക്കും. വെറുമൊരു മിസൈൽ വാങ്ങലല്ല ഇത്. ഇന്ത്യൻ സൈന്യത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സമഗ്രമായ ഒരു നവീകരണമാണ്. നിലവിലുള്ള 5 S-400 യൂണിറ്റുകൾക്ക് പുറമെ 5 യൂണിറ്റുകൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ആകാശ പ്രതിരോധം അജയ്യമാകും. കൂടാതെ സോവിയറ്റ് കാലഘട്ടത്തിലെ പഴയ AN-32, IL-76 വിമാനങ്ങൾക്ക് പകരം അത്യാധുനിക ഗതാഗത വിമാനങ്ങളും അതിർത്തികളിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ പുതിയ പീരങ്കി സംവിധാനങ്ങളും സേനയുടെ ഭാഗമാകും. വ്യോമസേനയുടെ കരുത്തായ Su-30 യുദ്ധവിമാനങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്ന അപ്ഗ്രേഡുകളും കോസ്റ്റ് ഗാർഡിനായുള്ള ഹോവർ ക്രോസ്റ്റുകളും ഈ മെഗാഡീലിന്റെ ഭാഗമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 6.73 ട്രില്യൺ രൂപയുടെ പ്രതിരോധ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സൈനിക നിക്ഷേപമാണ് ഇപ്പോൾ നടത്തുന്നത്. റഷ്യയുമായി 4.45 ബില്യൺ രൂപയുടെ തുങ്കുസ്ക വ്യോമ പ്രതിരോധ കരാറിലും രാജ്യം ഒപ്പുവെച്ചു കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയുടെ ആയുധങ്ങളിൽ 60% റഷ്യൻ നിർമ്മിതമാണ് എങ്കിലും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. വെറുമൊരു ആയുധ ഇറക്കുമതി അല്ല ഇത്, മറിച്ച് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്ത്യ കൈവരിക്കുന്ന അജയ്യമായ മേൽക്കോയ്മയാണ്. $25 ബില്യൺ ഈ മെഗാ ഡീൽ വഴി S-400 മിസൈലുകളിലും അത്യാധുനിക യുദ്ധവിമാനങ്ങളിലും പീരങ്കി സംവിധാനങ്ങളിലും സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടെ അതിർത്തികളിൽ ഇന്ത്യയുടെ സുരക്ഷാ കവചം കൂടുതൽ ശക്തമാവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായി മാറാനുള്ള ഇന്ത്യയുടെ ഈ പടയോട്ടം ശത്രുരാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്.